നിലമ്പൂരിൽ എം സ്വരാജിന് വേണ്ടി പരസ്യപ്രചാരണം നടത്തിയതിൻ്റെ പേരിൽ നമ്മളുടെ സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തുള്ള നായകരെല്ലാം അങ്ങേയറ്റം അതികഠിനമായ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മൾ കേരളത്തിൽ ആക്രമണം ഒഴിഞ്ഞ സമയമില്ല. അതിൻ്റെ കൂടെ ഇതും കൂടെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മളെവിടെ നിൽക്കുന്നു, ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെല്ലാം ഉൾപ്പെടുന്ന കേരളത്തിലെ സമൂഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഈ സാഹിത്യ രംഗത്തുള്ളവരും സാംസ്കാരിക നായകരും നമ്മളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കാര്യം ഒരു സമൂഹം എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ സംസ്കാരത്തിലൂടെയാണ്. അപ്പോൾ ഈ സാഹിത്യ രംഗവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ശുദ്ധമായ വെണ്ണയും നെയ്യും പോലെയാണ്. ശുദ്ധമായ വെണ്ണയിൽ നിന്നുണ്ടാവുന്ന നെയ്യിൽ നിന്ന് മാത്രമേ ഒരു തിരിയിട്ടാൽ നല്ല തെളിച്ചമുള്ള ദീപവും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ നിലയിൽ നമ്മളുടെ ഇന്നത്തെ ഈ സാഹിത്യ രംഗമാവുന്ന വെണ്ണ എവിടെ നിൽക്കുന്നു, സംസ്കാരമായ നെയ്യ് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ളത് തിരിച്ചറിയാനുള്ള ഉഗ്രൻ അവസരമാണ് നമ്മുടെ ഈ സാംസ്കാരിക നായകർ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്.